ഇനി നാം എങ്ങനെയാ സ്നേഹിക്കേണ്ടത്? പ്രവാചകൻ മുന്നിലില്ല, പ്രവാചകനെ സംരക്ഷണമേകാൻ യുദ്ധങ്ങൾ നമ്മുടെ മുമ്പിലില്ല. അള്ളാഹുവിന്റെ റസൂൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. എങ്കിൽ നമ്മൾ എങ്ങനെ ആ പ്രവാചകനെ സ്നേഹിക്കണം? അതും ഇസ്ലാം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സ്നേഹം കടന്നു വരേണ്ടത് ഷഹാദത്തിലൂടെയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറയുന്ന രണ്ടാമത്തെ സാക്ഷ്യം, അതാണ് ആ പ്രവാചകനോടുള്ള സ്നേഹം. അതാണ് പ്രവാചകനോടുള്ള സ്നേഹം. അത് അംഗീകരിക്കുക എന്നതാണ്. അത് അംഗീകരിക്കുമ്പോൾ വളരെ പ്രധാനമായും ഏറ്റവും ശ്രദ്ധയോടുകൂടി കാണേണ്ടതും ആ പ്രവാചകനോടുള്ള അനുസരണമാണ്. ആ പ്രവാചകൻ പറഞ്ഞതനുസരിക്കുക എന്നതാണ് പ്രവാചകനോടുള്ള സ്നേഹം. എനിക്ക് സ്നേഹമുണ്ട് എന്ന് പറയലല്ല, ആ പ്രവാചകൻ അനുസരിക്കലും ഇത്തിബാ ചെയ്യലും ഫോളോ ചെയ്യലുമാണ് ആ പ്രവാചകനോടുള്ള സ്നേഹം. അനുസരണത്തിന് അറബിയിൽ ത്വാഅത്ത് എന്നും അതേപോലെ തന്നെ ഇത്തിബാ എന്നും ഒക്കെയാണ് അറബി പദത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ഇത്തിബാ ചെയ്യണം, ഫോളോ ചെയ്യണം, അനുകരിക്കണം. ആ പ്രവാചകൻ എങ്ങനെ ജീവിച്ച് കാണിച്ചു തന്നോ അതുപോലെ ജീവിച്ച് ജീവിതത്തിൽ ആ പ്രവാചകനെ കൊണ്ടു നടക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിലൊക്കെയും ആ പ്രവാചക സ്നേഹം കടന്നു വരണം. അപ്പോഴാണ് യഥാർത്ഥ സ്നേഹം ഉണ്ടാവുക. അല്ലാതെ കേവലം എനിക്ക് നബിയോട് ഇഷ്ടമാണ് എന്ന് പാട്ടുപാടിയത് കൊണ്ട് ഒരിക്കലും ആ പ്രവാചകനോടുള്ള സ്നേഹമായിക്കൊള്ളണമെന്നില്ല. അതിങ്ങനെ പറഞ്ഞു നടന്നതുകൊണ്ടും അത് സ്റ്റാറ്റസിൽ ഇട്ടതുകൊണ്ടും അത് പ്രവാചകനോടുള്ള സ്നേഹമായിക്കൊള്ളണമെന്നില്ല. രാവിലെ മുതൽ രാത്രി വരെ രാവിലെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ആ പ്രവാചക സ്നേഹത്തിന്റെ ഉദാഹരണം ആ ദിക്റുകളിലൂടെയാണ്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. അത് നാവിലൂടെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ, അത് മക്കളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, അത് ഹബ്ബുർ റസൂല, അത് പ്രവാചകനോടുള്ള സ്നേഹമാണ്. രാത്രി കിടന്നുറങ്ങുമ്പോൾ ദുആയോട് കൂടി കിടന്നുറങ്ങുമ്പോൾ അത് പ്രവാചകനോടുള്ള സ്നേഹമാണ്. രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നതും പല്ല് തേക്കുന്നതും നഖം മുറിക്കുന്നതും മുടി മുറിക്കുന്നതും തുടങ്ങിയ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളുണ്ടോ എല്ലാ ഭാഗത്തും ആ പ്രവാചകനോടുള്ള സ്നേഹം ഉണ്ടാകേണ്ടതുണ്ട്. വസ്ത്രം ധരിക്കുമ്പോൾ അവിടെ പ്രവാചക സ്നേഹം വേണം. അത് റബീഉൽ അവ്വൽ 12-നല്ല, അത് റബീഉൽ അവ്വൽ മാസത്തിലല്ല, കൊല്ലത്തിലെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ മാത്രമോ ഏതെങ്കിലും ഒരു മാസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. നേരെ മറിച്ച് ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും ആ പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ നിയമങ്ങളും പാലിക്കണമെന്ന് പഠിപ്പിച്ചത് പ്രവാചകന. വലതു കൈകൊണ്ട് ഭക്ഷിക്കുന്നത് ഹബ്ബുർ റസൂല. വെള്ളം കുടിക്കുമ്പോൾ 5 സുന്നത്തുകൾ പാലിക്കണമെന്ന് പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പാലിക്കുമ്പോൾ വലതു കൈ കൊണ്ട് കൂടി ചേരുന്ന് കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലി അവസാനം ഹംദ് പറഞ്ഞ് ഒറ്റയടിക്ക് കുടിക്കാതെ ഇറക്കിറക്കായി കുടിച്ച് 5 സുന്നത്തുകൾ പാലിക്കുമ്പോൾ അത് ഹബ്ബുർ റസൂല. അത് 1 മിനിറ്റിലും 1/2 മിനിറ്റിലും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അതൊക്കെയാണ് ഹബ്ബുർ റസൂൽ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എത്രത്തോളം ബാത്റൂമിൽ കയറുന്നതും ഇറങ്ങുന്നതും അതിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളിൽ വരെ ഹബ്ബുർ റസൂൽ നമ്മളിൽ കടന്നു വരണം. ഇന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ കുളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹബ്ബുർ റസൂലാണ്. ഇങ്ങനെ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളുണ്ടോ അവിടെയൊക്കെയും ആ പ്രവാചകനെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. അങ്ങനെ സ്നേഹിക്കുന്നവർക്കാണ് അള്ളാന്റെ കാരുണ്യം കിട്ടുക. വറഹ്മതി വസിഅത് കുല്ല ശൈഇൻ, എന്റെ റഹ്മത്ത് എല്ലാവരിലേക്കുമുണ്ട്. എന്നിട്ട് പ്രത്യേകം എടുത്തു പറഞ്ഞു ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ, അത് എഴുതി വെക്കുന്നത് തഖ്വയുള്ളവർക്ക്, വയുഅതൂന സകാത്ത് നൽകുന്നവർക്ക്, വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, അല്ലാഹുവിന്റെ ആയത്തുകൾ കൃത്യമായി വിശ്വസിക്കുന്നവർക്ക്, അല്ലദീന യത്തബിഊന അർ-റസൂലൻ നബിയ്യൽ ഉമ്മിയ്യ, ആ നിരക്ഷരനായ പ്രവാചകനെ ഫോളോ ചെയ്യുന്നവർക്ക്, ആ പ്രവാചകനെ സ്വീകരിക്കുന്നവർക്കാണ്. എന്തേ നീ ഇങ്ങനെ മുടിവെട്ടിയതെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് പ്രവാചക സ്നേഹം എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. എന്തേ നെരിയാനയുടെ മുകളിലേക്ക് നിന്റെ വസ്ത്രം ഉയരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് പ്രവാചക സ്നേഹമാണെന്ന് പറയാൻ കഴിയണം. അപ്പോഴാ പ്രവാചക സ്നേഹമാവുക. നാട്ടിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല പ്രവാചക സ്നേഹത്തെ തീരുമാനിക്കേണ്ടത്. പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ടോ? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിനെ ഇഷ്ടാണോ? ഫത്തബിഊനി, എന്നെ ഫോളോ ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനോട് പറയാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹുവിനെ ഇഷ്ടമുണ്ടെങ്കിൽ, റസൂലിനെ ഇഷ്ടമുണ്ടെങ്കിൽ ആ പ്രവാചകനെ ഫോളോ ചെയ്യണമെന്ന്. എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. ഒക്കെ കിട്ടുന്നത് അല്ലാഹുവിന്റെ റസൂലിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കാണ്. ആ ഫോളോ ചെയ്യുന്ന ആളുകളാണ് വമയുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. നല്ല കൂട്ടുകാർ, സ്വാലിഹികളും സിദ്ദീഖുകളും നബിയുകളും പ്രവാചകന്മാരുമായ നല്ല കൂട്ടുകാരെ കിട്ടുന്നത് വമയുതിഇല്ലാഹ വറസൂൽ, അല്ലാഹുവിനെയും റസൂലിനെയും ഫോളോ ചെയ്യുന്ന ആളുകൾക്കാണ്. അവർക്കാണ് സ്വർഗ്ഗമുള്ളത്. അവർ അതിൽ നിത്യവാസികളാണ്. സ്വർഗ്ഗത്തിൽ നിത്യവാസികളായ ആളുകൾ അല്ലാഹുവിനെയും റസൂലിനെയും ഫോളോ ചെയ്യുന്ന ആളുകൾ, ഇത്തിബാ ചെയ്യുന്ന ആളുകൾ. ഇത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളാണ്. വേഗത്തിൽ ഓടിച്ചു പോയത് അത്രയും ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിലൂടെ നമ്മളത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണമെന്നും അത് ജീവിതത്തിൽ പാലിക്കണമെന്നും.